ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. സോ നമ്മുടെ പബ്ലിക് എക്സാമിന് 8 മാർക്കിന് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. സോ 8 മാർക്ക് നമുക്ക് വേഗത്തിൽ പഠിച്ചു തീർക്കാം. ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അത് നിക്കോളോ മാക്കിയവെല്ലി എന്നാണ്. നിങ്ങൾ സ്റ്റേറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ രാഷ്ട്രം എന്ന് തന്നെ ഓർമ്മ വരണം, സംസ്ഥാനം എന്നല്ല ഓർമ്മ വരേണ്ടത്. സ്റ്റേറ്റ് എന്നാൽ രാഷ്ട്രം. രാഷ്ട്രം എന്ന പദം ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ആരാണ്? നിക്കോളോ മാക്കിയവെല്ലിയാണ്. എന്താണ് രാഷ്ട്രം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പ്രധാനമായും എന്ത് ചെയ്യാനുണ്ടാവും? 2 കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ടാവും അല്ലേ? എന്താ പറയാനുണ്ടാവുക? എന്താണ് രാഷ്ട്രം എന്ന് ചോദിച്ചാൽ നമ്മളിതാ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിങ് പെർമനൻ്റ്ലി വിത്തിൻ എ പെർട്ടിക്കുലർ ടെറിട്ടറി വിത്ത് എ സോവറിൻ ഗവൺമെന്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ്. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി താമസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ജനങ്ങളെയാണ് നമ്മൾ രാഷ്ട്രം എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഈ വാക്കിൽ നിന്നും കുറച്ച് പേരുകൾ കണ്ടുപിടിക്കാം അല്ലേ? 1 ഭൂപ്രദേശം, 2 പരമാധികാരം, അടുത്തത് ഗവൺമെന്റ്, മറ്റൊന്ന് രാഷ്ട്രം അല്ലെ? ജനത, പിന്നെ രാഷ്ട്രം അല്ലെ? നോക്കൂ നിങ്ങൾ, ഭൂപ്രദേശം, പരമാധികാരം, ഗവൺമെന്റ്, ജനങ്ങൾ, ഇങ്ങനെ 4 കാര്യങ്ങൾ ചേർന്നാലാണ് നമുക്ക് എന്തുണ്ടാവുക? രാഷ്ട്രം ഉണ്ടാവുക. സോ നമ്മളോട് എക്സാമിന് ചോദിക്കും, ഒരു രാഷ്ട്രത്തിന് വേണ്ട 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ഏതെങ്കിലും 2 എണ്ണത്തെ കുറിച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയാ? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാ. 1 ജനങ്ങളാണ്, പോപ്പുലേഷൻ. 2 ടെറിട്ടറിയാണ്, ഭൂപ്രദേശം. 3 ഗവൺമെന്റ് ആണ്. 4 പരമാധികാരം. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പാണ് എങ്കിൽ നമുക്ക് അതിനെ രാഷ്ട്രം എന്ന് വിളിക്കാൻ പറ്റും. ഇത് ചോദിക്കും എക്സാമിന്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കാണ് നിങ്ങൾ പോണ്ട. ഇപ്പൊ ജനങ്ങളെ കുറിച്ച് ചോദിച്ചാൽ, പോപ്പുലേഷനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത, ഇറ്റ് ഈസ് ആൻ ഇൻഎവിറ്റബിൾ കോമ്പോണന്റ് ഓഫ് എ സ്റ്റേറ്റ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണെന്ന് പഠിക്കാം. ജനങ്ങൾ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലെ? അപ്പോൾ എന്താണ്? ജനങ്ങൾ കൂടി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഉണ്ടാവും. ജനങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇങ്ങനത്തെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പോയിന്റ് ഒക്കെ അതിൽ ആഡ് ചെയ്യാം. 2 വേണ്ടത് ഭൂപ്രദേശമാണ്. ഭൂപ്രദേശം എന്ന് വെച്ചാൽ ടെറിട്ടറി. ഒരു സ്റ്റേറ്റിന്, ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ് അതിർത്തി, ഭൂപ്രദേശം എന്ന് പറയുന്നത്. എപ്പോഴും എന്താണ്? ഒരു രാഷ്ട്രത്തിന് അതിന്റെ ലാൻഡ് ഏരിയ, നമ്മൾ കാണുന്ന ഭൂപ്രദേശത്തിൽ എന്തായിരിക്കും? ലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ കരാതിർത്തി ഉണ്ടായിരിക്കും. വാട്ടർ ബോഡിയിലെ ജലത്തിൽ എന്തുണ്ടായിരിക്കും? നമുക്ക് അതിർത്തി ഉണ്ടായിരിക്കും. കോസ്റ്റലിലെ തീരപ്രദേശങ്ങൾ നമുക്ക് അതിർത്തി ഉണ്ടായിരിക്കും. ആൻഡ് ഏരിയൽ സ്പേസ്, നമ്മുടെ രാജ്യത്തിന്റെ മുകളിലൂടെ പോകുന്ന ഈ ഭാഗം മൊത്തം എന്തായിരിക്കും? നമ്മുടെ അല്ലെ, അതിന്റെ മുകളിലൂടെ തോന്നിയ ആൾക്കാർക്ക് വിമാനം പറത്താനൊന്നും പറ്റൂല. അത് നമ്മുടെ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആയിരിക്കും അല്ലേ? സോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായി അറിഞ്ഞിരിക്കണം. ടെറിട്ടറി ഇല്ലാതെ രാഷ്ട്രമില്ല അല്ലെ? ദർ ഈസ് നോ എന്താണ് സ്റ്റേറ്റ് വിത്തൗട്ട് ടെറിട്ടറി എന്നൊക്കെ നമുക്ക് പഠിക്കാം. 4 ഒരു രാഷ്ട്രത്തിന് വേണ്ടത് 3ാമത്തെ കാര്യം ഗവൺമെന്റ് ആണ്, ഭരിക്കണം. എന്താ ഗവൺമെന്റിന്റെ പണി? മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. ഒരു നാട്ടിലെ നീതിന്യായം കൃത്യമായി നടപ്പിലാക്കാൻ ആര് വേണം? അവിടെ ഗവൺമെന്റ് വേണം. ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, എന്ത് വേണം? ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നൽകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഗവൺമെന്റ് വേണം. ആൻഡ് ഇംപ്ലിമെന്റ് ഡെവലപ്മെന്റൽ പ്രോജക്റ്റ്, അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താനും എന്ത് വേണം? അവിടെ ഗവൺമെന്റ് വേണം. സിമ്പിൾ കാര്യങ്ങൾ പഠിച്ചു തന്നെ പോകണം, സംശയമില്ല. ഒരു രാഷ്ട്രത്തിന് വേണ്ട 4ാമത്തെ കാര്യം എന്താണ്? 4ാമത്തെ കാര്യം സോവറിനിറ്റി. A state has right to take decisions on internal and external affairs without any external force. ഒരു രാഷ്ട്രത്തിന് പുറമെ നിന്നോ രാജ്യത്തിനകത്ത് നിന്നോ എന്തില്ലാതെ, പ്രത്യേകിച്ച് ആരുടെയും പ്രത്യേകിച്ച് എന്താ പറയുക? ഫോഴ്സ്, നിർബന്ധമൊന്നുമില്ലാതെ ഒരു രാഷ്ട്രത്തിന് സ്വന്തം തീരുമാനമെടുക്കാനുള്ള അധികാരം, ഒരു രാഷ്ട്രത്തിന് സ്വയം തീരുമാനമെടുക്കാനുള്ള ആ അധികാരത്തെ നമ്മൾ വിളിക്കുന്നു പരമാധികാരം. 2 തരത്തിലുള്ള സോവറിനിറ്റി ഉണ്ട്. എക്സാമിന് ചോദിക്കും എന്താണ് പരമാധികാരം, എന്താണ് സോവറിനിറ്റി, എന്താണ് 2 തരം, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് സോവറിനിറ്റി? ഒന്ന് ഇന്റേണൽ എന്ന് വെച്ചാൽ നമ്മൾ പറയും ആഭ്യന്തര പരമാധികാരം. ആഭ്യന്തരം എന്ന് വെച്ചാൽ അല്ലെ, രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്? തീരുമാനം എടുക്കാനാണ്. എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ ബാഹ്യതലം. ദ റൈറ്റ് ടു ടേക്ക് ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ് ഓൺ ഇന്റർനാഷണൽ അഫയേഴ്സ്, രാജ്യത്തിനകത്തല്ല പുറത്തുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഒരു രാഷ്ട്രത്തിന്റെ അധികാരത്തെയാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് വിളിക്കുക. ഈ കാര്യങ്ങൾ പഠിച്ചു, 4 കാര്യങ്ങൾ. സോ നമ്മളോട് ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ ചുമതലകൾ എന്താണ്? ജെർമി ബെന്താം എന്ന് പറയുന്ന ചിന്തകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദ ഗോൾ ഓഫ് സ്റ്റേറ്റ് ഈസ് ദ മാക്സിമം ഹാപ്പിനെസ് ഓഫ് ദി മാക്സിമം നമ്പർ.
ഒരു രാഷ്ട്രത്തിൽ എത്ര ആൾക്കാരുണ്ടോ അവർക്ക് എന്താക്കുക, അവർക്ക് കൂടുതൽ നന്മ ചെയ്യുക എന്നുള്ളതാണ്, അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രത്തിന്റെ എന്തെന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതോ ഒരു എക്സാമിന് 1 മാർക്കിന് ചോദ്യമായിട്ട് ഇത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതോടെ പറഞ്ഞത്. ഒരു രാഷ്ട്രത്തിന് 2 തരം ചുമതലകളുണ്ട്. ഒന്ന് നിർബന്ധമായും ചെയ്യേണ്ടതിന് ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്, നിർബന്ധിത ചുമതല. 2 ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് അഥവാ വിവേചനപരമായ ചുമതല. ഒരു രാഷ്ട്രത്തിന്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ, സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്തു കൊടുത്താൽ മതി. ആദ്യം നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കാം. നിർബന്ധമായും ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് ഇതാണ്: പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, അതിർത്തി സംരക്ഷിക്കണം. മെയിൻറ്റെയിൻ ഇന്റർണൽ പീസ്, രാജ്യത്ത് ആഭ്യന്തര സമാധാനം, യുദ്ധവും പ്രശ്നങ്ങളൊന്നും അല്ലാതെ നോക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, അവകാശങ്ങൾ സംരക്ഷിക്കണം. ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ജസ്റ്റിസ്, നീതി നടപ്പാക്കണം. ഈ 4 കാര്യങ്ങൾ പഠിക്കൽ നിർബന്ധം. ഡിസ്ക്രിഷണറി ഫങ്ഷൻസ് അഥവാ വിവേചനപരമായ ചുമതലകൾ ഏതൊക്കെയാ? പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്, ജനങ്ങളെ ആരോഗ്യം സംരക്ഷിക്കണം. പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, വിദ്യാഭ്യാസ സൗകര്യം കൊടുക്കണം. ഇംപ്ലിമെന്റ് വെൽഫെയർ പ്രോഗ്രാംസ്, ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷണൽ ഫെസിലിറ്റി, എന്ത് കൊടുക്കണം? നല്ല ഗതാഗത സൗകര്യം ഒരുക്കണം. ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യണം. ഏതൊക്കെയാണ്? ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ്, ഡിസ്ക്രിഷണറി ഫങ്ഷൻസ്, നിർബന്ധിത ചുമതല, വിവേചന ചുമതല. അത് പഠിക്കണം. മറ്റൊരു ചോദ്യം എക്സാമിന് ചോദിക്കുന്നത്, എങ്ങനെയാണ് രാഷ്ട്രമുണ്ടായത്? രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ, ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്. എങ്ങനെ രാഷ്ട്രം ഉണ്ടായി ചോദിച്ചപ്പോൾ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ നമുക്ക് 4 പഠിക്കാനുള്ളൂ. ഒന്ന്, ദൈവദത്ത സിദ്ധാന്തം അഥവാ ഡിവൈൻ റൈറ്റ് തിയറി. രാഷ്ട്രം, സ്റ്റേറ്റ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ക്രിയേഷൻ ഓഫ് ഗോഡ്, ദൈവം രാഷ്ട്രമുണ്ടാക്കി എന്ന് പറയുന്ന തിയറിയാണ് ഡിവൈൻ റൈറ്റ് തിയറി. രാജാവ് ആരാണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ. ദ കിങ് ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ്. ദൈവം കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ ദൈവം ആരെ ഏൽപ്പിച്ചതാണ്? ഓരോ രാജാക്കന്മാരെ ഏൽപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്ന ഒരു സിദ്ധാന്തം. 2, എവല്യൂഷണറി തിയറി അഥവാ പരിണാമ സിദ്ധാന്തം. സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഹിസ്റ്ററി. ചരിത്രം എന്നാൽ എന്താണ് അത്? ചരിത്രത്തിന്റെ സൃഷ്ടിയാണ്. എന്ന് വെച്ചാൽ മനുഷ്യന്മാർ എന്ന് മുതൽ സ്ഥിരതാമസം തുടങ്ങിയോ, സെറ്റിൽഡ് ലൈഫ് തുടങ്ങിയോ, അന്ന് മുതൽ രാഷ്ട്രമുണ്ട്. പിന്നീട് ഓരോ സമയത്തും അതിന് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതാണ് എവല്യൂഷണറി തിയറി. 4, സോഷ്യൽ കോൺട്രാക്ട് തിയറി അഥവാ സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. മനുഷ്യന്മാർ തമ്മിൽ ഒരു കോൺട്രാക്ട്, കരാറിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രമുണ്ടാക്കിയതെന്ന് പറയുന്ന തിയറിയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. പവർ തിയറി എന്നാൽ ശക്തി സിദ്ധാന്തം. ശക്തിയുള്ളവര് ശക്തിയില്ലാത്തവരെ അടിച്ചമർത്തിക്കൊണ്ട്, ദുർബലരെ അടിച്ചമർത്തിക്കൊണ്ട് ഉണ്ടാക്കിയ അങ്ങനെയാണ് രാഷ്ട്രമുണ്ടാക്കിയത്. ശക്തൻ ദുർബലനെ പീഡിപ്പിച്ചുകൊണ്ടുമാണ് രാഷ്ട്രമുണ്ടാക്കിയതെന്ന് പറയുന്ന തിയറിയാണ് പവർ തിയറി. നമ്മുടെ ക്ലാസ്സിലൊക്കെ അങ്ങനെ ആയിരിക്കില്ല, നല്ല ആരോഗ്യമുള്ള കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരിക്കും അല്ലേ? ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺ, രാഷ്ട്രവും പൗരനും. നോക്കിയേ നിങ്ങൾ, നമ്മൾ രാഷ്ട്രം, സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രമാണ്. ഓക്കെ, സിറ്റിസൺ എന്നാൽ ആരാണ്? അത് പൗരനാണ് അല്ലേ? നമുക്ക് രാഷ്ട്രം അവിടുത്തെ സിറ്റിസണിന് കൊടുക്കുന്നത് റൈറ്റ്സ് ആണ്, അവകാശം. തിരിച്ച് സിറ്റിസൺ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണ്? കടമകളാണ് അല്ലെ? ഈ കാര്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മളോട് എക്സാമിന് ചോദിക്കുക, എന്താണ് പൗരത്വം? വാട്ട് ഈസ് സിറ്റിസൺഷിപ്പ്? ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നാഷൻ. രാഷ്ട്രത്തിന്റെ പൗരത്വം എന്നാൽ ഒരു രാഷ്ട്രത്തിലെ പൂർണ്ണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം. ഡെഫിനിഷൻ പഠിച്ചു വെച്ചോ, എക്സാമിന് ചോദിക്കും. എന്താണ് പൗരത്വം? ഫുൾ ആൻഡ് ഈക്വൽ മെമ്പർഷിപ്പ് ഇൻ എ നാഷൻ, ഒരു രാഷ്ട്ര പൂർണ്ണവും തുല്യവുമായ അംഗത്വം. 2 തരം പൗരത്വമുണ്ട്. ഒന്ന് നാച്ചുറൽ സിറ്റിസൺഷിപ്പ്, 2 ആക്വയർഡ് സിറ്റിസൺഷിപ്പ്. നാച്ചുറൽ എന്ന് വെച്ചാൽ ബൈ ബർത്ത്, ജന്മം കൊണ്ട് ഞാനും നിങ്ങളും ഇന്ത്യയിൽ ജനിച്ചു, നമ്മൾ ഇന്ത്യൻ പൗരന്മാരായി. അതാണ് എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ സിറ്റിസൺഷിപ്പ്. എന്താണ് ആക്വയർഡ് സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ആർജിത പൗരത്വം എന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരു രാജ്യത്ത് ജനിച്ചു, ഇന്ത്യയിൽ വന്ന് താമസമാക്കി, അവസാനം 5 വർഷത്തിനൊക്കെ ശേഷം നിയമപരമായ നടപടികളിലൂടെ എന്ന് വെച്ചാൽ ലീഗൽ പ്രൊസീജിയറിലൂടെ നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പൗരനായി മാറുന്നതിനെയാണ് ആക്വയർഡ് സിറ്റിസൺഷിപ്പ്. ഇത് ചോദിക്കും എക്സാമിന്. എന്താണ് സിറ്റിസൺഷിപ്പ്? 2 ടൈപ്സ് അല്ലെങ്കിൽ 2 തരം സിറ്റിസൺഷിപ്പ്. അവസാന ഭാഗം പൊളിറ്റിക്കൽ സയൻസ്. എന്താണ് രാഷ്ട്രതന്ത്രം? പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. നമ്മുടെ രാഷ്ട്രത്തെയും അവിടുത്തെ ഗവൺമെന്റിനെയും കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? രാഷ്ട്രതന്ത്ര ശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ സയൻസ്. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് വെച്ചാൽ അത് അരിസ്റ്റോട്ടിൽ ആണ്. പല ആൾക്കാരും തെറ്റിക്കും. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അരിസ്റ്റോട്ടിൽ, ഫാദർ ഓഫ് സോഷ്യോളജി അത് അഗസ്റ്റേ കോംതെ. അതും പഠിക്കാം. എന്താണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ പൊതുവെ ചർച്ച ചെയ്യുന്ന കുറച്ച് തിയറീസ് ഉണ്ട്. ഒരു എക്സാമിന് ഹാഫ് ഇയർലിയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്തിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും? പൊളിറ്റിക്കൽ തിയറീസ്, രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ.
ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അന്തർദേശീയ രാഷ്ട്രീയം, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് താരതമ്യ രാഷ്ട്രീയം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. 8 മാർക്കാണ് പബ്ലിക് എക്സാമിന് ചോദിക്കുക. ആ 8 മാർക്കും ഇങ്ങനെ നമുക്ക് പുട്ടുപോലെ അടിച്ചെടുക്കണം. സോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.